ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഡെയിലി മിററിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിരന്തരമായിട്ട് നമ്മൾ ഇതിലൂടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ദൈവത്തിൻ്റെ വചനം പരിചിന്തനം ചെയ്യുകയും അത് നമ്മളുടെ ആനുകാലിക ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനും ജീവിക്കാൻ സഹായിക്കാനുമൊക്കെ ഉള്ളൊരു പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ പരിചിന്തനത്തിൻ്റെ വിഷയമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. 1-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് എന്നുള്ള ആ ഒരു ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പഴയതിലും പുതിയതിലുമൊക്കെ കടന്നു വരുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ കുഞ്ഞാടിൻ്റെ ചിത്രം എവിടെയാണ് കടന്നു വരുന്നത്? അത് കൂടുതലും ജെറൂസലം ദേവാലയത്തിലെ ബലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, പ്രത്യേകിച്ച് പെസഹ കാലത്ത്. അതെന്തുകൊണ്ടാണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷപ്പെടുത്തി ദൈവം കൊണ്ടുപോരുമ്പോൾ കൊടുക്കുന്നൊരു കൽപ്പനയാണത്. ഈ ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കണം എന്നുള്ള ആ കാര്യം. ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മയായിട്ട് പിന്നീട് ഈ കുഞ്ഞാടിൻ്റെ ചിത്രം എപ്പോഴും കടന്നു വരും. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജെറൂസലം ദേവാലയത്തിൽ നിരന്തരമായിട്ട് കുഞ്ഞാടുകളെ ബലിയർപ്പിച്ചിരുന്നു. എന്താ ഈ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നത്? കാരണം അതിൻ്റെ നിഷ്കളങ്കത കണ്ടിട്ടാണ്. നമുക്കറിയാം, ആട് മൊത്തത്തിൽ ആരെ ഉപദ്രവിക്കുന്നൊരു ജീവിയല്ല. ചിലപ്പോൾ മുട്ടനാടൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പിള്ളേരൊക്കെ ഇങ്ങനെ കുത്തുന്നത് കാണാം, അല്ല ഇടിക്കുന്നത് കാണാം. കുഞ്ഞാടെന്ന് പറയുന്നത് ഒരു വളരെ വളരെ ശാന്തമായിട്ടുള്ളൊരു ജീവിയാണത്. ഒരിക്കലും അത് ആരെ ഉപദ്രവിക്കില്ല. വളരെ ചുരുക്കമായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ആടിനെ കറക്കുമ്പോൾ ആടിൻ്റെ കുഞ്ഞ് പുറകെ വന്നിട്ട് ഇങ്ങനെ ചെവിയെല്ലാം നാക്കുക. അത് നമ്മുടെ ചെവിയിലൊക്കെ ഇങ്ങനെ ഈ വിയർപ്പുണ്ട്, അതിൻ്റെ ഉപ്പ് രസമുള്ളത് കൊണ്ടാണ്. അവർക്ക് ഉപ്പ് രസം ഇഷ്ടമാണ്. അങ്ങനെ അവരത് നക്കി അവസാനം ചെവിയൊക്കെ കടിച്ചെന്ന് വരും. അങ്ങനെ ചെറിയ ഉപദ്രവങ്ങളല്ലാതെ ആട്ടുകുഞ്ഞൊരിക്കലും ആരെയും ഉപദ്രവിക്കില്ല. അത് നമ്മളോടൊക്കെ വളരെ സൗഹൃദമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു ജീവിയാണത്. മാത്രമല്ല, പിള്ളേരൊക്കെ ആട്ടുകുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആട്ടുകുഞ്ഞ് അനങ്ങാതെ കിടന്നോളും. ഇന്ത്യയിൽ കർണാടകത്തിലൊക്കെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കൃഷിക്കാർ വയലിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ 1-2 ആടിനെ അവരുടെ മോട്ടോർ സൈക്കിളെ കയറ്റി വെച്ച് കൊണ്ടുപോകും. അത് വളരെ രസകരമാണ്. അതെങ്ങനെയാണ്? 2 പേരിരിക്കുന്നുണ്ടാകും. ഈ 2 പേരുടെ കൂടെ ഇടയിൽ 2 ആടിനെ വെക്കുക. അത് വലിയ ആടുകളാണ്, കുഞ്ഞാടൊന്നുമല്ല. പക്ഷേ ഈ ആടുകൾ അനങ്ങിയല്ല, അവരവിടെ കിടക്കുകയുള്ളൂ. അവർക്കറിയാം, കാരണം ഇതിനെ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നതല്ല, തീറ്റാൻ കൊണ്ടുപോകുന്നതാണ്. അത് അവരുടെ തന്നെ ഉടമസ്ഥന്മാരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അനങ്ങാതെ കിടക്കുന്നത്. എങ്കിലും അതിൻ്റെ ആ കിടപ്പ് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു സ്നേഹം അതിനോട് തോന്നും. അതായത് ആരെ ഉപദ്രവിക്കാൻ അതിനിഷ്ടമില്ല, അങ്ങനെ കിടന്നോളും. അപ്പോൾ ഈ കുഞ്ഞാടുകൾ അതിലും വളരെ ശാന്തരായിട്ടുള്ള ജീവികളാണ്. ഈ കുഞ്ഞാടിനെക്കുറിച്ചുള്ള ചിത്രം പലപ്പോഴും പഴയ നിയമത്തിൽ കടന്നു വരുന്നത് ഈ പെസഹ കുഞ്ഞാടിൻ്റെ ഓർമ്മയിൽ നിന്നാണ്. അവിടെ പെസഹ കാലത്ത് ചെയ്യുന്ന കാര്യം എന്താണ്? 3 കുഞ്ഞാടുകളെ ബലിയർപ്പിക്കും. അതിൽ ഒരു കുഞ്ഞാടിൻ്റെ മേൽ മഹാപുരോഹിതൻ കൈകൾ വെച്ച് തൻ്റെ തന്നെ പാപങ്ങൾ ആവാഹിക്കും. വേറൊന്നിനെ എടുത്ത് അതിൻ്റെ മേൽ ജനത്തിൻ്റെ പാപം മുഴുവൻ ആവാഹിക്കും. എന്നിട്ട് ഇതിനെ 2യും ബലിപീഠത്തിൽ വെച്ച് കൊല്ലും ദൈവാലയത്തിൽ. 3-മതൊന്നിനെ എന്ത് ചെയ്യും? അത് ഈ ജനത്തിൻ്റെയും തൻ്റെയും പാപങ്ങൾ മുഴുവൻ കൈകൾ വെച്ച് ഈ കുഞ്ഞിൻ്റെ മേലെ, ആട്ടിൻകുഞ്ഞിൻ്റെ മേലെ ആവാഹിച്ച് അതിനെ ഇങ്ങനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും. ഈ മരുഭൂമി നമുക്കറിയാം, അവിടെ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, ഭക്ഷണം കിട്ടാത്ത സ്ഥലമാണ്, യാതൊരു പച്ചപ്പും ഇല്ല, അതികഠിനമായ ചൂടാണ്, മുകളിലും താഴെയും. കാലൊക്കെ ഇങ്ങനെ പൊള്ളും. നമ്മൾ മണലാരത്തിൽ നടന്നാൽ പൊള്ളി കൊമളയ്ക്കും. ചെരുപ്പൊന്നുമില്ല നടക്കാൻ പറ്റുകയില്ല, അത്രയധികം ചൂടാണ്, തീ കാളുന്ന ചൂട്.
അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞാടിൻ്റെ ചിത്രം ഇതാണ്. ഈ ജനത്തിൻ്റെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാന പുരോഹിതൻ്റെയും എല്ലാം പാപങ്ങൾ വഹിച്ചുകൊണ്ട് ഈ കുഞ്ഞാടിങ്ങനെ മരുഭൂമിയിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്, വിദൂരങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്ന് ആ കുഞ്ഞാടിന് എന്ത് പറ്റും? അതിങ്ങനെ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, ദാഹിച്ച് വലഞ്ഞ് ചൂടുകൊണ്ട് ഏതാണ്ട് മൃതപ്രായനാകും. അങ്ങനെ നാക്കിട്ട് അലച്ച് ചെന്ന് വീണ് എവിടെയെങ്കിലും ചാകും. അതാണ് കുഞ്ഞാട്. ഈ കുഞ്ഞാടിൻ്റെ ചിത്രമാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ കാണുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതേ ചിത്രം തന്നെ കാണിക്കും. കൊലക്കളത്തിലേക്ക് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി നടന്നു നീങ്ങുന്ന ഒരു സഹനദാസനെക്കുറിച്ച്, രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുമ്പോൾ യാതൊരു പ്രതിഷേധവും കൂടാതെ ശാന്തനായി നടന്നു നീങ്ങുന്ന ഒരു കുഞ്ഞാടിനെക്കുറിച്ച് ഈ കുഞ്ഞാടിൻ്റെ ചിത്രം വളരെയധികം ജനത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒന്നായിരുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്താണ്? ദേ വരുന്നു ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ ചിത്രത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഒന്ന് സന്നിവേശിപ്പിച്ച് നോക്കുക. ഇങ്ങനെ ജനത്തിൻ്റെ പുരോഹിതരുടെ പാപം വഹിക്കുന്ന കുഞ്ഞാട്. നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം, അനുസരണക്കേട് മൂലം ഈ ലോകത്തിൽ പാപം പ്രവേശിച്ചുവെങ്കിൽ വേറൊരു മനുഷ്യൻ്റെ അനുസരണം അതിനെല്ലാം നശിപ്പിച്ചു കളഞ്ഞുവെന്ന് അപ്പോസ്തലൻ പറയും. അതിന് മറ്റൊന്നുമല്ല, ഇവിടെ ഈ പാപങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതിനെല്ലാം പകരമായിട്ട് സ്വയം ബലിയായി അർപ്പിക്കുന്ന ഒരു കുഞ്ഞാടിനെക്കുറിച്ചാണ്. അവിടെ ഒരു പ്രതിഷേധമില്ല, പ്രൊട്ടസ്റ്റൊന്നുമില്ല. നേരെ മറിച്ച് കുഞ്ഞാടൊന്നും മിണ്ടാതെ മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. കരയുന്നില്ലത്, പരാതി പറയുന്നില്ല. പകരം വെള്ളം കിട്ടാതെ നാക്കിട്ടലയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം കർത്താവിനെക്കുറിച്ച് എന്തിനാണ് യോഹന്നാൻ മാംദാന പറഞ്ഞ കാര്യമാണിത്. കർത്താവ് സ്വയം അത് തന്നെയാണ്, അങ്ങനെ തന്നെ അവതരിപ്പിക്കും. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ചിത്രം നമുക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം എടുത്ത് നോക്കുക, മുഴുവൻ ഈ കുഞ്ഞാടിൻ്റെ ചിത്രമാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചിരിക്കുന്നത്, വെടിപ്പാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം മറ്റൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ, ഞാൻ കൽപ്പിച്ചവയെല്ലാം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കണം. ഞാനീ ചെയ്ത് കാണിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണം. ഈ ലോകത്തെ വീണ്ടും ദൈവം സൃഷ്ടിച്ച പറുദീസായുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഏകമാർഗം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ ഏകരക്ഷകൻ എന്നൊക്കെ വിളിക്കുന്നത്. വേറെ എന്ത് മാർഗമാണുള്ളത്? യുദ്ധം കൊണ്ട് ഈ ലോകത്തെ നമുക്ക് സമാധാനത്തിൻ്റെ പാതയിലേക്ക്, ആ പറുദീസയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഓരോ യുദ്ധവും മറ്റൊരു യുദ്ധത്തെ ജന്മം കൊടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പാത, സമാധാനത്തിൻ്റെ പാത മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മിണ്ടാതെ നടന്നു പോകുന്നൊരു കുഞ്ഞാട് ഇതിനെ അനുകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളത് അതീവ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ചോദിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ, കണ്ടെത്തുമോ? അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഈ ലോകത്തിൽ മുഴുവൻ നമ്മുടെ സാന്നിധ്യം വേണം, എന്നിട്ട് ഈ ലോകത്തെ നമ്മൾ കീഴടക്കണം, നമ്മൾ മാത്രമേ ഇവിടെ കാണാവുള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തകൾ നമുക്ക് വരും. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാനാവില്ല. സ്വാഭാവികമായിട്ടും അതിന് മറ്റൊരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് കർത്താവിൻ്റെ ഈ സ്വയം ബലിയർപ്പിക്കുന്ന ശൈലി, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം മരിക്കുന്ന ശൈലി. ആ ശൈലി മരണമെന്ന് പറയുമ്പോൾ ശാരീരികമായ ഒരു മരണം മാത്രമായി നമ്മളതിനെ കണക്കുകൂട്ടേണ്ട കാര്യമില്ല. നമുക്കറിയാം, ശാരീരികമായി മരിക്കാം, പക്ഷെ അതിലുപരിയായിട്ട്
നമ്മുടെ കഴിവുകളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഈ മരണത്തിന് തത്തുല്യമായൊരവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ ചെയ്യുന്ന സമൂഹമായി ക്രൈസ്തവർ മാറുമ്പോഴാണ് ഈ ലോകത്തിന് രക്ഷ കിട്ടി എന്ന് പറയാനായിട്ട് കഴിയുക. ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപകരായി അവർ മാറി എന്ന് പറയാനായിട്ട് കഴിയുക. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ, ഇന്ത്യയിലൊക്കെ ഉണ്ട്, എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നു. സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, ക്ലിനിക്കുകളുണ്ട്, അതുപോലെ തന്നെ കോളേജുകളുണ്ട്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, വൃദ്ധമന്ദിരങ്ങളുണ്ട്, ബാലമന്ദിരങ്ങളുണ്ട്, സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭമുണ്ടാക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുഞ്ഞാടിൻ്റെ ശൈലിയല്ലത്. നേരെ മറിച്ച് നമുക്കുള്ള കഴിവുകളും നമുക്കുള്ള സാമ്പത്തിക ഭദ്രതയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ബലികഴിച്ച് ഈ ലോകത്തെ വീണ്ടും നമ്മൾ സമാധാനപൂർണമായ ഒരു പരദീസയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. ഇതെല്ലാം തുടങ്ങിയ കാലത്ത് അങ്ങനെയുള്ള ചിന്തകളോട് കൂടി തന്നെയാണ് തുടങ്ങിയത്. ഉദാഹരണമായിട്ട് സന്യാസ സമൂഹങ്ങളെടുത്ത് നോക്കുക. ഈ സന്യാസ സമൂഹങ്ങളല്ലേ സമർപ്പിത സമൂഹങ്ങൾ ഇന്ന് അറിയപ്പെടുന്നത്, അങ്ങനെയാണത്. അവ തുടങ്ങിയപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കാൻ ചേർന്നവരൊക്കെ തീർത്തും ഒന്നുമില്ലാത്തവരൊന്നും ആയിരുന്നില്ല. ആദ്യകാലങ്ങളിലൊക്കെ സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ആ സമൂഹങ്ങളിലേക്ക് കടന്നു വന്നിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കുഞ്ഞാടിൻ്റെ ശൈലി സ്വീകരിച്ച് വന്നവരാണവർ. കുഞ്ഞാടിനെ പോലെ മറ്റുള്ളവർക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും, അല്ലെ എനിക്ക് ഒന്നിനും കുറവില്ല, എങ്കിലും ഞാനെല്ലാം കുറവുള്ളവനായി തീരുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർക്ക് രക്ഷ കൊടുക്കാൻ, അവരുടെ പാപങ്ങൾക്ക് അവർക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു മദ്യപനായ ഒരു വ്യക്തിയുടെ കുടുംബം, നമുക്കറിയാം പലപ്പോഴും അത് ദരിദ്ര കുടുംബം, പട്ടിണിയായിരിക്കും അയാളുടെ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്തുകൊണ്ടാണത്? ഈ മദ്യപൻ്റെ പാപത്തിന് നമ്മൾ ക്രിസ്തുവിനെ പോലെ പരിഹാരം ചെയ്യുകയാണ്. ആ മദ്യപൻ്റെ പാപഫലമല്ലേ അവിടുത്തെ ആ കുട്ടികൾ, അയാളുടെ കുട്ടികൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത്, വസ്ത്രമില്ലാതെ പോകുന്നത്, ഭാര്യ വിഷമിക്കുന്നത്? അപ്പോൾ ആ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ശൈലി പുനരാവിഷ്കരിക്കുകയായിരിക്കും ചെയ്യുക. ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാട് എന്നുള്ള ആ ശൈലി തീർച്ചയായിട്ടും ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ് എന്ന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അപ്പോൾ അത് മാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് വലിയ സമൂഹമൊന്നും ആകണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇതെല്ലാവരെയും പഠിപ്പിക്കണം, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുമ്പോൾ അതിൽ നിന്ന് ലക്ഷ്യമാക്കിയത് എന്താണ്? ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ പാപത്തിൻ്റെ ഫലമായിട്ട് പഠിക്കാൻ സാധിക്കാതെ വന്ന മക്കൾ ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രമില്ലാതെ വന്ന മക്കൾ ധാരാളമുണ്ട്. കല്യാണം കഴിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത പെൺമക്കൾ ധാരാളമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ആരുടെ പാപം മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്? നമ്മളതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സന്യാസ സമൂഹങ്ങളൊക്കെ തുടങ്ങിയത്. ആദ്യകാലത്ത് ഉദാഹരണത്തിന് ഒരുപാട് പേര് യുദ്ധത്തിലൊക്കെ ഇങ്ങനെ പരിക്ക് പറ്റി വരുമായിരുന്നു. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നിരുന്നവർ. അങ്ങനെയുള്ള മനുഷ്യർ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നത് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിൻ്റെ ചിത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ എന്താ സംഭവിച്ചത്? നമ്മൾ ആ ഒരു ലക്ഷ്യം മറന്നിട്ട് സ്ഥാപനങ്ങളുടെ എക്സലൻസിലേക്ക് കടന്നു. നമ്മുടെ സ്ഥാപനം 100% വിജയമുള്ള സ്കൂളായിരിക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവിധ സ്പെഷ്യലൈസേഷനും വേണം. നമ്മുടെ സ്ഥാപനത്തിൽ നല്ല 5 സ്റ്റാർ മോഡലിലുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെയൊക്കെ വേണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഈ കുഞ്ഞാടിൻ്റെ ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നൊക്കെ മറഞ്ഞു കഴിഞ്ഞു. സെൻറ്റ് ജോൺസ് കോളേജിൽ ഞാനിവിടെ 1-2 എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണത്. അവിടെ അവരുടെ ലോഗോ, അവരുടെ ഒരു മോട്ടോ ആയിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു.
എന്തിനാണ് അവൻ മുറിവേറ്റത്? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല, നേരെ മറിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ തെറ്റിന് അവൻ പരിഹാരം ചെയ്തു. അങ്ങനെ നമ്മൾ സൗഖ്യമുള്ളവരായി. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വിശുദ്ധി വരുത്തിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഈ കുഞ്ഞാട് രക്തം ചിന്തിയത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കുഞ്ഞാടെന്തെങ്കിലും പാപം ചെയ്തിട്ടല്ല, നേരെ മറിച്ച് നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കുഞ്ഞാട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ക്രൈസ്തവ മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രസക്തി എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ വീണ്ടും ഒരു പറുദീസാക്കി മാറ്റുക. മറ്റുള്ളവർ തിന്മയൊക്കെ ചെയ്തിട്ടുണ്ടാവാം, മറ്റുള്ളവർ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മുടെയൊക്കെ ജീവിത സാക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ എന്നുമൊക്കെ സമൂഹത്തിൽ മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥതയോടുകൂടിയാണ് പെരുമാറുന്നത്. നമുക്കെല്ലാം അതറിയാം. ഏതൊരു സമൂഹത്തിലും അങ്ങനെയാണ്. അത് ക്രൈസ്തവ സമൂഹത്തിലായാലും അല്ലാത്ത സമൂഹത്തിലായാലും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെയുള്ള പ്രവണതകളുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ തുടച്ചു മാറ്റാതെ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് കഴിയില്ല. നമ്മുടെ പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും ആത്മായ ജീവിതമാണെങ്കിലുമൊക്കെ വാസ്തവത്തിൽ ഈ കർത്താവിൻ്റെ വഴികൾ വിട്ട് എവിടെയൊക്കെയോ മാറി നടക്കുന്നു എന്നൊരു ചിന്ത പലപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. ഇന്ന് ധാരാളമായിട്ട് ഞാൻ ഈ അന്തർദേശീയ മാധ്യമങ്ങൾ വായിക്കാറുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം കടന്നു വരുന്ന ഒരാശയം ഇതാണ്: ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്, നമ്മുടെ ജീവിത രീതികളെക്കുറിച്ചാണ്, നമ്മുടെ പ്രവർത്തന ശൈലികളെക്കുറിച്ചാണ്. അവിടെയെല്ലാം പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളവർ ഒരുപാട് വിമർശിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, നേതൃത്വത്തിലുള്ളവർ കടന്നു വരുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ കുഞ്ഞാടിൻ്റെ ചിത്രം കാത്തു സൂക്ഷിക്കാനും അവിടെ നിന്ന് മക്കൾ വൈദികർ സന്യസ്തരുമൊക്കെ ആകാൻ പോകുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ആശയങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം. മക്കളെ, നിങ്ങൾ വൈദികരാകാൻ പോകുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ചിത്രം നിങ്ങൾ മറക്കരുത്. നിങ്ങളെ ഏൽപ്പിക്കുന്ന ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സുഖകരമായ ജീവിതം നേടാൻ വേണ്ടിയിട്ടല്ല, വലിയ വാഹനങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെല്ലാവരാലും ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ഈ തരത്തിലുള്ള ഒരു സ്വയം ബലിയർപ്പണത്തിലേക്ക് കുഞ്ഞാടിനെ പോലെ പാപം ചെയ്യാതെ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നവരാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് അവരെ പറഞ്ഞു വിടാൻ കഴിയണം. അതല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ കേവലം ഒരു പ്രൊഫഷൻ, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇരിക്കും. പലപ്പോഴും വൈദിക സന്യസ്ത ജീവിതങ്ങളിൽ വന്നുകൂടുന്ന അപജയങ്ങൾ, വീഴ്ചകളിലെല്ലാം കാരണം ഈ കുഞ്ഞാടിൻ്റെ ചിത്രം അവരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞുപോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മധ്യശതകങ്ങളിൽ വൈദിക അല്ലെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള തിയോളജി, ദൈവശാസ്ത്രം പാശ്ചാത്യ ലോകത്ത് ഉടലെടുത്തപ്പോൾ അവിടെ ഇങ്ങനെ ആൾത്തർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നു. അത് നല്ലതാണ്. ആ സങ്കല്പം അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥത്തിൽ നല്ലതാണ്. നേരെ മറിച്ച് അവിടെ കൊണ്ടുവന്നത് എന്താണ്? വലിയൊരു രാജകീയ പൗരോഹിത്യം, അധികാര സങ്കല്പം, ഭരണസങ്കല്പം, ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ പാളിച്ചകൾ സംഭവിച്ചത്. അപ്പോൾ വൈദികരായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും വേണം, മിത്രാന്മാരായി കഴിഞ്ഞാൽ പിന്നെ സാധാരണമായ ജീവിതമൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളിലേക്ക് നമ്മൾ മാറി വരികയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രീലങ്കയിൽ പോയിരുന്നു. ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടുത്തെ ബോംബിട്ട് 2-3 പള്ളികളുടെ കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടുത്തെ കർദിനാളിന്, ഈ കൊളംബോയിലെ കർദിനാളിന് ഈ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പേരിൽ അവിടുത്തെ സർക്കാർ ഒരു ബുള്ളറ്റ് പ്രൂഫ് കാറ് വാഗ്ദാനം ചെയ്തു. കാരണം ആരെങ്കിലുമൊക്കെ ഇനി കർദിനാളിനെ ആക്രമിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കർദിനാൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പം എന്നും ജീവിച്ചിരിക്കാൻ വേണ്ടി അല്ലല്ലോ ഇതിലേക്ക് ചേർന്നത്. നേരെ മറിച്ച് ഞാൻ ഈ ക്രിസ്തുവിനെ പിൻചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം. ഞാൻ മരിച്ചാൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല.
എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ബുള്ളറ്റ് പ്രൂഫ് കാറ് വേണ്ട എന്ന് വെച്ചു. അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയൊരു റിസ്ക്കാണ് എടുത്തത്. കാരണം ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെയും കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടാവാം സർക്കാർ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് കൊടുത്തത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പദ്ധതി കൊണ്ട് പേടിച്ചു പോകുന്ന വ്യക്തിയല്ല അദ്ദേഹം. ഒരു ക്രൈസ്തവന് യോജിച്ച ശൈലിയുമല്ലത്. എൻ്റെ ജനത്തോട് ചേർന്ന് സ്വതന്ത്രമായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് നടക്കുന്നത്? അതാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ ഞാൻ അവിടെ 1-2 മെത്രാന്മാരുമായിട്ടൊക്കെ സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ബുള്ളറ്റ് പ്രൂഫ് ഒന്നും അവർക്ക് ഓഫർ ചെയ്തില്ല. പക്ഷേ എവിടെ പോകുമ്പോഴവർ പട്ടാളത്തെ അറിയിക്കണം. ആ പട്ടാളക്കാരല്ലേ പോലീസുകാർ അവരെ എസ്കോർട്ട് ചെയ്യും, അവർ പോകേണ്ട സ്ഥലത്തേക്ക് എസ്കോർട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ബിഷപ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഞങ്ങളാരോടും പറയാനൊന്നും പോകാറില്ല. അതെന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം എന്താണ്? ഞങ്ങൾ ആരെയും കൊല്ലാൻ നടക്കുന്നവരല്ല. അപ്പോൾ കൊല്ലാൻ നടക്കുന്നവരല്ലാത്തവരെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. അപ്പോൾ അതാണ് ഞങ്ങളുടെ പോളിസി. അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കതൊരു മാതൃകയാകുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇതിലേക്ക് കടന്നു വരേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നമ്മൾ ആ യേശുവിൻ്റെ മാർഗം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർക്ക് ഇതിനകത്ത് സംതൃപ്തിയോടുകൂടി ജീവിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും കഴിയുകയുള്ളൂ. ഇന്ന് ഈ മേഖലയിൽ, വൈദിക സന്യസ്ത മേഖലയിൽ ഒരുപാട് അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയുടെ കാരണം മറ്റൊന്നുമല്ല, ഈ കുഞ്ഞാടിൻ്റെ ചിത്രം അവരുടെ ജീവിതത്തിൽ മറഞ്ഞു പോയതുകൊണ്ടാണ്. തങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടുകളായി രൂപാന്തരപ്പെടാനാണ്, മാറാനാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരിക്കലും കടന്നു വരികയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നെ കേൾക്കുന്നവർ, കാണുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത് തന്നെയാണ്. ഈ ചിത്രം ഒരിക്കൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഈ കുഞ്ഞാടിൻ്റെ ചിത്രം, ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിൻ്റെ ചിത്രം, ആ കുഞ്ഞാടിൻ്റെ ചിത്രത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് നട്ട് ഏത് നേരവും അത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ്. ദൈവം നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടുകളാകാൻ ദൈവം ശക്തിപ്പെടുത്തട്ടെ.